എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് റോഡ് ലൈൻസ് അല്ലെങ്കിൽ റോഡ് മാർക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ റോഡുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒട്ടനവധി ലൈൻസുകളും അതുപോലെ തന്നെ മാർക്കിങ്ങുകളും കാണാം. അതുപോലെ അത് മഞ്ഞ നിറത്തിലുമുണ്ട്, അതുപോലെ വെള്ള നിറത്തിലുമുണ്ട്. അപ്പോൾ ഇന്ന് റോഡ് ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ആ റോഡ് ലൈൻസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് എന്താണ് നമ്മൾ റോഡിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിൽക്കുന്ന റോഡിൽ ഇങ്ങനെ സെൻട്രലായിട്ട് കുറേ ലൈനുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് വെള്ളവരകൾ വരുന്നത് അതിന് എന്ത് സൂചിപ്പിക്കുന്നു? അതുപോലെ ഇടപെട്ടുള്ള വരകൾ എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇട്ട് അടുത്ത വൈറ്റ് ലൈനായി അങ്ങനെ ലൈനുകൾ ഇങ്ങനെ പോകുന്നു. എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആദ്യം നമുക്ക് സോളിഡ് ലൈനിനെ കുറിച്ച് അറിയാം. എന്താണ് സോളിഡ് ലൈൻ? സോളിഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളവിലാണ് അത് കൂടുതലായിട്ടും കണ്ടിന്യൂസ് വെള്ളവരകൾ വരുന്നത്. അതിൻ്റെ നടുവിലൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല, കണ്ടിന്യൂസ് വെള്ളവരയാണ്. ഇവിടെ നമ്മൾ വണ്ടീനെ നമ്മുടെ തൊട്ട് മുമ്പിൽ വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ആണ് മുന്നിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, സ്പീഡ് കുറച്ച് അവർക്ക് കയറ്റി അവരെ ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ നമ്മൾ കാണിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ ബൈക്കിലൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി ഒരു നിശ്ചയ ഗ്യാപ്പിട്ട് അവർ ഓവർടേക്ക് ചെയ്യുന്നില്ല, അവർക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട്, അവർക്ക് മുന്നിലുള്ള ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്യും? അതിപ്പോൾ അവരോ അല്ലെങ്കിൽ നമ്മളോ ഒരു നിശ്ചയ ഗ്യാപ്പിട്ട് വണ്ടി പോകുന്നു. അത് കഴിഞ്ഞിട്ട് റോഡ് അത് ആ സോളിഡ് ലൈൻ മാറി ബ്രോക്കൺ ലൈനിലോട്ട് വരുമ്പോൾ റോഡ് വ്യക്തമായി കാണാൻ പറ്റും. അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് സോളിഡ് ലൈനാണ്. ഇവിടെ നമ്മൾ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനോ മറികടക്കാനോ പാടില്ല. ഇവിടെ കർശനമായിട്ട് ഓവർടേക്കിങ് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. അതാണ് സോളിഡ് ലൈൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ബ്രോക്കൺ ലൈൻസ് ആണ്. ബ്രോക്കൺ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടുവിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നടുവിൽ ഗ്യാപ്പിട്ടുകളാണ് വൈറ്റ് ലൈൻ വരുന്നത്. ഈ ഒരു ലൈൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓവർടേക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എൻ്റെ വ്യൂ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വ്യക്തമായി നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട്, മുന്നിൽ നിന്ന് വണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വണ്ടി വരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രോക്കൺ ലൈൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ സിഗ്നലിട്ട് എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ ആ മറ്റേ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് സിഗ്നലിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു. അപ്പം നമുക്ക് വ്യക്തമായി കാണാം ഇവിടെ വണ്ടികളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ കാണണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറി പോകുന്നതാണ്. നമുക്കൊരു തടസ്സം കൂടാതെ നമുക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വരുന്നതിനേക്കാളും നമ്മൾ സ്പീഡ് കുറയ്ക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോവുക. അത് സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് കയറി പോകാൻ സാധിക്കുന്നതാണ്. നമ്മളിന്ന് രണ്ട് ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്, സോളിഡ് ലൈനും അതുപോലെ തന്നെ ബ്രോക്കൺ ലൈനും.